പ്രിയമുള്ളവരെ, വ്യത്യസ്തമായിട്ടുള്ളൊരു ഫെയർവെല്ലിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാനിപ്പോഴുള്ളത് സെൻറ്റ് ജോർജ് HSS കലയന്താനിയിലാണ്. എല്ലാ സ്കൂളുകാരും റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഫെയർവെല്ലും കാര്യങ്ങളെല്ലാം നടത്തിവിടുമ്പോൾ ഇവിടെ റിസൾട്ടെല്ലാം വന്നതിന് ശേഷം എല്ലാ കുട്ടികളെയും ഒരുമിച്ച് കൂട്ടി സ്കൂളുകാർ തന്നെ പൈസ എല്ലാം മുടക്കി അവർക്ക് ഫെയർവെല്ല് കൊടുത്തു വിടുന്നു. ഓക്കെ, സോ ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് ബാക്കിയുള്ളവരോടെല്ലാവരോടും ചോദിച്ചറിയാം. ഇതേ അവസരത്തിൽ തന്നെ എല്ലാവർക്കും മാതൃകയാവുന്ന കുറച്ച് പ്രവർത്തനങ്ങളും ഇവിടുത്തെ വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം. വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുന്നതിന്. ഈ ഫെയർവെല് എല്ലാവർക്കും സന്തോഷം പറഞ്ഞ ദിവസമാണ്. എല്ലാവരും പിന്നെ കാണാൻ പറ്റും. എല്ലാവർക്കും റിസൾട്ട് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെയാണെങ്കിൽ റിസൾട്ട് വന്നുകൊണ്ട് എല്ലാവർക്കും അവരുടെ മാർക്ക് വെച്ച് ഫ്രണ്ട്സിനോട് പറയാനെല്ലാം സാധിക്കും. 100% വിജയം, ഫുൾ A+. പിന്നെ അവർക്ക് സ്വാതന്ത്ര്യത്തോടെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ മുടിയൊക്കെ കെട്ടി സന്തോഷത്തോടെ വരാം. ഇത് കഴിഞ്ഞിട്ടും അവർക്ക് ടെൻഷനൊന്നും ഇല്ലാതെ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. നിന്ന് 116 കുട്ടികളാണ് SSLC എക്സാം എഴുതിയത്. 100% വിജയം നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. 11 പേർക്ക് ഫുൾ A+, 3 കുട്ടികൾക്ക് 9 A+മാണ് നമുക്ക് കിട്ടിയത്. മറ്റു സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി എക്സാമിന് ശേഷം എല്ലാ കുട്ടികളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു പതിവാണ് നമുക്കുള്ളത്. ആ ഫെയർവെൽ മീറ്റിംഗ് ആണ് ഇന്നിവിടെ നടക്കുക. പാസ്സായ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. അതോടൊപ്പം ഇനിയും ജീവിതത്തിൽ നല്ല നിലയിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ ക്ലാസ്സിൽ 38 കുട്ടികളാണുള്ളത്. അവർ പഠനത്തിലും അതുപോലെ തന്നെ ബാക്കി മറ്റു പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ തന്നെയുള്ള കുട്ടികളായിരുന്നു. അവരെ വളരെ സ്നേഹത്തോടെ ഓർക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും പ്രാർത്ഥനകളും ആശംസകളും നേരുകയും ചെയ്യുന്നു. ജോർജ് സ്കൂളിലെ 10 A ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ ഞാൻ ഈ വർഷം SLC പാസ്സായ എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ പഠിച്ച് ഉയരങ്ങളിൽ എത്തുകയും നിങ്ങളാൽ ഞങ്ങൾ അറിയപ്പെടുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നല്ല പരിപാടിയാണ്, കുഴപ്പമില്ല, കളറായിക്കോളും. എല്ലാ സ്കൂളിൽ വെച്ച് വെറൈറ്റി ആണ്. ആദ്യം ഓർത്ത് വിഷമമായിരിക്കും ഓർത്ത റിസൾട്ട് വരുമ്പോൾ തോറ്റു പോകുന്ന ഓർത്തുണ്ട്. പിന്നെ നല്ലൊരു റിസൾട്ടായിരുന്നു. ഓക്കെ, നല്ല പരിപാടി ആശംസിക്കുന്നു. റിസൾട്ട് വന്നിരിക്കുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതെ, എല്ലാവരും ഹാപ്പിയാണ്. ബാക്കി എല്ലാ സ്കൂളുകളെ പോലെയല്ല ഞങ്ങളുടെ സ്കൂളിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങളിത് ആഘോഷിക്കുന്നത്. അത് ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ്. റിസൾട്ട് വന്ന് അതിൻ്റെ പേടിയെല്ലാം മാറി ഒരുമിച്ച് കൂടുന്ന ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സിനും ആൻറ്റിനും അച്ഛനും ഒരുപാട് നന്ദി. താങ്ക് യു. സന്തോഷം. ഹാപ്പിയാണ്. അടിച്ചു പൊളിക്കാവുന്നതാണ്. ഹാപ്പിയാണ്. എല്ലാവരും കുറേ നാളുകൂടിയാണ് കൂടുന്നത്. 10ാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനൊരു കാഴ്ച ഉണ്ടാവുമെന്നറിയില്ല. ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഹാപ്പിയാണ്. റിസൾട്ട് വന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരെയും കുറേ നാൾ കൂടി കാണുന്ന കാരണം ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യപടി വളരെ ഉന്നതമായ വിജയം നേടി നിങ്ങൾ ഇന്ന് ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അങ്ങനെ ആരും പിന്നോട്ട് പോകേണ്ടി വന്നില്ല. എല്ലാവരും മുന്നോട്ട് തന്നെ പോകാനായിട്ട് സാധിച്ചു, വിജയിക്കാൻ സാധിച്ചു എന്നത് വലിയ ഒരു അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അവസരം. ഞാൻ എല്ലാ കുട്ടികളെയും അതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും പേരിൽ ഹാർദമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്കൊരു കയ്യടി പരസ്പരം കൊടുക്കാം. നിങ്ങളുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം മാനേജരച്ചൻ പറഞ്ഞതുപോലെ ഒരു പടി നന്നായി പൂർത്തിയാക്കി കയറി കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷം. SSLC 2025 കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചു പോയ 116 കുട്ടികൾക്കും ഏറ്റവും സമുചിതമായ യാത്രയയപ്പ് നൽകുന്നതിനും നാളിതുവരെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരോടും നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന വിജയത്തിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ച ഈ സ്ഥാപനത്തോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും നിങ്ങളോട് നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഈ സ്കൂൾ മാനേജ്മെൻറ്റിനും PTA ക്കും എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കുമുള്ള സ്നേഹവും
അനുമോദനങ്ങളും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുക. ഉന്നതമായ ഏത് മേഖലയിൽ പഠിച്ചു പോയാലും നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ആദ്യമേ പഠിച്ച 10ാം ക്ലാസ് പാസ്സായ സ്കൂള്. നിങ്ങൾ തന്നെയാണ് ഇന്നത്തെ താരങ്ങളും, നിങ്ങൾ തന്നെയാണ് സ്കൂളിൻ്റെ അഭിമാനങ്ങളും. എൻ്റെ ഓരോ വിജയത്തിന് പിന്നിലും ഈ വിദ്യാലയത്തിലെ ഓരോ അധ്യാപകരുടെ പിന്തുണയും പ്രയത്നവുമുണ്ട്. ഞാൻ നേരിട്ട ഓരോ വെല്ലുവിളിക്കും എൻ്റെ ഒപ്പം നിന്ന സഹപാഠികളോടും എന്നെ പാഠങ്ങൾ പഠിപ്പിച്ച എൻ്റെ അധ്യാപകരോടും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ഈ വിദ്യാലയ മുറ്റത്ത് ആദ്യമായി 5ാം ക്ലാസ്സിലെത്തിയ ഞാനായല്ല തിരിച്ചു മടങ്ങുന്നത്. അന്നറിയാത്ത ഒത്തിരി അപരിചിതരായിരുന്ന മുഖങ്ങൾ ഇന്ന് മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിച്ച മുഖങ്ങളായി മാറിയിരിക്കുന്നു. ഈ വിടവാങ്ങൾ പടിയിറങ്ങി പോകുന്നതല്ല, പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് നിങ്ങൾ പഠിപ്പിച്ച ജീവിത പാഠങ്ങളാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യത്വം, സഹിഷ്ണുത, ആത്മവിശ്വാസം, കഠിനാധ്വാനം, സ്നേഹം ഇവ ഞങ്ങൾക്ക് നൽകി നല്ല വ്യക്തിത്വങ്ങളായാണ് ഞങ്ങൾ പടിയിറങ്ങുന്നത്. നമുക്ക് നല്ല കൈയ്യടി നൽകിക്കൊണ്ട് അവരുടെ നല്ല പ്രവൃത്തിയെ നമുക്ക് അനുമോദിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ മാതൃകാപരമായ പ്രവർത്തനം. കുട്ടികൾ അവരുടെ പഴയ നല്ല യൂണിഫോം ഇല്ലാത്ത കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിനായി സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇത് ബാക്കിയുള്ളവർക്കും മാതൃകയാക്കാം. കാലങ്ങൾക്കപ്പുറം പല സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ ഇത് നല്ലൊരു till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കലൈന്താനി സ്കൂളിൽ അനുവർത്തിക്കുന്ന രീതി, റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഏറ്റവും അടുത്ത ദിവസം എല്ലാ കുട്ടികളെയും വിളിക്കുകയും അധ്യാപകർ തന്നെ അവർക്ക് വേണ്ടി മീറ്റിംഗ് ഒരുക്കുകയും ഭക്ഷണം ക്രമീകരിക്കുകയും ചെയ്തുവന്ന രീതിയാണ് ഈ സ്കൂളിലുള്ളത്. അത് വളരെ നല്ലൊരു രീതിയായി തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പരീക്ഷകൾക്ക് മുമ്പ് യാത്രയയപ്പ് നൽകുമ്പോൾ അത് പലതരത്തിലുള്ള സംഘർഷങ്ങൾക്കും കാരണമാകാറുണ്ട്. കൂടാതെ അനിശ്ചിതത്വത്തിൻ്റെ ഒരു സമയം കൂടിയാണത്. ഓരോരുത്തരും ജയിക്കുമോ, റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളൊരു തിരിച്ചറിവില്ലാത്ത സമയം. എന്നാൽ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഒരുമിച്ച് ചേരുമ്പോൾ എല്ലാവർക്കും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും റിസൾട്ട് ഈ സ്കൂളിലെ പഠനം ഏറ്റവും വിജയകരമായി പൂർത്തീകരിച്ചു എന്നതിൻ്റെ സന്തോഷത്തോടെ പടിയിറങ്ങുന്ന, അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം ലഭിച്ചു എന്നതിൽ ആത്മസംതൃപ്തിയോടെ കുട്ടികൾ നിൽക്കുന്ന സമയമാണ്. കുട്ടികൾക്കെല്ലാവർക്കും നല്ല വിജയം നേടിയതിൽ ഏറ്റവും ഹൃദ്യമായി അവരെ അനുമോദിക്കുന്നു. ഇവർക്ക് എല്ലാവിധ ഭാവങ്ങളും സ്കൂളിൻ്റെ എല്ലാ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും PTA യുടെയും എല്ലാവരുടെയും പേരിൽ നേരുകയും ചെയ്യുന്നു.